എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ എക്സാം ഒക്കെ? എക്സാം മോഡറേറ്റ് ആയിരുന്നു. പിന്നെ JPS എഴുതുന്ന പോലത്തെ എക്സാമിനായിരുന്നു. ചില ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷേ അത് ചിന്തിക്കാനുള്ള കാപ്പബിലിറ്റി നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ എക്സാം എന്താ നല്ലതായിരുന്നു. ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ 10-15 മിനിറ്റ് ആ ഒരു ട്രാക്കിലേക്ക് എത്തിയില്ല. പിന്നെ ഒരു ബോട്ടണിയാണ് തുടങ്ങിയപ്പോൾ 10-15 ക്വസ്റ്റ്യനൊക്കെ ചെയ്തപ്പോൾ പിന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ ഡോക്ടർ JPS ക്ലാസ്സസിലെ ക്ലാസ്സും അതുപോലെ തന്നെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഹോൾ ടീമും മോളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ 75% നമുക്ക് ഇവിടെ ഡോക്ടർ JPS ക്ലാസ്സിന് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നമ്മൾ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്, അത്രയും ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനമൊക്കെ നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു, കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നീറ്റ് നമ്മൾ ഉണ്ടായിട്ടില്ല, എല്ലാം നമ്മൾ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ ഋത്തിക്കിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഇവിടുത്തെ എക്സാം സിസ്റ്റം എങ്ങനെയായിരുന്നു മോനെ? ഇവിടെ എസ്പെഷ്യലി ഞാൻ പറയാൻ വിചാരിച്ചത് എക്സാം സിസ്റ്റം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് JP സാറ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ടാസ്ക് കൊടുത്തു, നിങ്ങൾ തന്നെ എക്സാം ചാപ്റ്റേഴ്സൊക്കെ സെറ്റ് കുട്ടികൾക്ക് ഈസി ആവുന്ന പോലെയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ സാറ് കുട്ടികൾക്ക് പറ്റുന്ന അത്ര കേപ്പബിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ടാണ് എക്സാംസിൻ്റെ ഇടയിൽ ഓരോ ദിവസം ലീവൊക്കെ ഉണ്ടായിരുന്നു. സോ പഠിക്കാൻ അത്ര പ്രഷറും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിട്ടറിയുന്ന പോർഷൻസൊക്കെ കീപ്പപ്പ് ചെയ്യാനും അത് ആ ഒരു സിസ്റ്റം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ലാസ്റ്റിലാവുന്നത്ര കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പേപ്പേഴ്സൊക്കെ. അങ്ങനത്തെ കുറേ എക്സാംസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ എക്സാംസ് ആണ്. ഞങ്ങൾക്ക് 69 എക്സാംസൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്രയും റിസൾട്ട്സ് ഒക്കെ ഉണ്ടായത്. സോ അതിൽ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അടുത്ത നമുക്ക് മാളവികയുടെ അടുത്ത് ചോദിക്കാം ഫാക്കൽറ്റീസിനെ പറ്റി. മോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് മോൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? എനിക്ക് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലും ക്ലിയർ ആക്കാൻ പറ്റി. ബയോളജിയൊക്കെ തന്നെ മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളൊരു മെത്തേഡായിരുന്നു. ഈ സുവോളജിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് നമ്മളെ അത്ര പാടി പഠിപ്പിക്കുക ചെയ്യുക. അപ്പം ക്ലാസ് തന്നെ ഓൾമോസ്റ്റ് ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിരിക്കും. പിന്നെ എന്തുതന്നെയായാലും നമ്മൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്തായാലും ഒന്ന് NCERT റീഡ് ചെയ്യും, അപ്പോഴത്തേക്ക് തന്നെ പക്കയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ JP സാറ് എന്തായാലും ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു 60ഓളം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമും എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം അതും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റായിരിക്കും ആ ചാപ്റ്റർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. പിന്നെ ബാക്കി ഓർഗാനിക്കിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണ HN സാറാണ്. HN സാർ അടിപൊളിയായിട്ട് ക്ലാസ് ഭയങ്കര ഇവിടുത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫുള്ള് ഓർഗനൈസ്ഡ് ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലിരുന്നാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഭയങ്കര കോൺഫിഡൻസ് ആണ് പഠിക്കാനൊക്കെ. അതായത് നമ്മളെ തന്നെ ഒരു ഓർഡറിൽ കൊണ്ടുപോകും, കൃത്യമായിട്ടൊരു ഓർഡറിൽ. അത് പ്രിപ്പറേഷൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് ദിൽഷയുടെ അടുത്ത് ചോദിക്കാം, മറ്റ് 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഡോക്ടർ JPS ക്ലാസ്സസ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? മോൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്? മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് JPS ഡിഫറൻസ് ആവുന്ന മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം എനിക്ക് ഫിസിക്സ് എന്ന് പറയുന്നത് ഭയങ്കര തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോറിൽ തന്നെ എനിക്ക് ഫിസിക്സിന് 129 ആയിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം എനിക്ക് നല്ലൊരു മാർക്ക് ഫിസിക്സിന് വാങ്ങാൻ പറ്റി. കാരണം ഇവിടുത്തെ ഫിസിക്സ് ഫാക്കൽറ്റിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കെമിസ്ട്രിയിലും നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു. ബയോളജി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഞാൻ വെറും ഈ വർഷം NCERT ഓറിയൻറ്റഡ് ആയിട്ട് വെറും NCERT മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഈ വർഷം തന്നെ ഒരുപാട് തവണ ഞാൻ NCERT വീണ്ടും വായിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇടുന്ന ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് NCERTയിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും NCERT വായിക്കും. അങ്ങനെ ഒരുപാട് തവണ എനിക്ക് NCERT റിവൈസ് ചെയ്യാൻ ഇവിടുന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ റിസൾട്ടിനും അതൊരു വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡോക്ടർ JPS ക്ലാസ്സസിലെ മെൻറ്ററാണ്. ഇവിടുത്തെ റിപ്പീറ്റേഴ്സിനെയും അതുപോലെ തന്നെ ക്രാഷിന് പഠിക്കുന്ന കുട്ടികളെയും ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനെയൊക്കെ മെൻറ്റർ ചെയ്യലൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചോദിക്കാം,
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ MBBS സ്റ്റുഡൻസ് ആണ് ഇവരെ മെൻറ്റർ ചെയ്തത്. ആ ഒരു മെൻറ്ററിങ് ഇവരെ എത്രത്തോളം ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെന്ത് പൊസിഷന് വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് ആ പൊസിഷനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇവരുടെ അടുത്ത് വരുന്നത്, ഇവരുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്നത്, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് വലിയൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഗായത്രിയോട് ചോദിക്കാം. മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ സ്ട്രെസ്ഫുള്ളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പലപ്പോഴും നമുക്കിവിടെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിലും മറ്റ് പല മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടേക്ക് അവർ വരുമായിരുന്നു. അപ്പോൾ പല സമയങ്ങളിലും നമ്മളിപ്പോൾ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് അവർ നല്ലോണം സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെൻഷൻ കുറയ്ക്കാനും നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം നമുക്ക് എന്തായാലും ഉള്ളതാണെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം നമുക്ക് അവർ സംസാരത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും മെൻറ്റർഷിപ്പ് നമുക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെൻറ്റേഴ്സ് വരുന്ന സമയത്ത് തന്നെ മിസ്സ് നമ്മളോട് പറയാം ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടെന്നാ. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസാണ്. ഇവരെ പോലെ നമുക്കിപ്പോൾ നാളെ മെൻറ്റേഴ്സായിട്ട് ഇവിടെ വരാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സ്, അപ്പോൾ അവരെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളും നാളെ ഇവിടെ വന്നിട്ട് വാർഡന്മാർ നമ്മളെയും ഡോക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസാണ്. അപ്പോൾ എന്തുകൊണ്ടും മെൻറ്റർഷിപ്പ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ഡോക്ടർ JP's ക്ലാസ്സസിലെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരുന്നു, ഹോസ്റ്റൽ എൻവയോൺമെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു, ആര്യയുടെ അടുത്ത് ചോദിക്കാം. ആര്യ പറ. പഠിക്കാൻ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് ഡോക്ടർ JP's ക്ലാസ്സസിലെ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ വളരെ കാമായിട്ട് വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കണം, പിന്നെ ക്ലാസ് റൂമിൽ തന്നെ വന്നിരുന്ന് പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വരാന്തയിലൂടെ നടന്ന് പഠിക്കാം. ഇനി ഉറക്കം വായിച്ച് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. അങ്ങനെ വളരെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടുത്തെ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത്. പിന്നെ ഹോസ്റ്റലിൽ ഞങ്ങളൊന്നിച്ചുള്ള റൂംമേറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും പൊതുവെ എൻട്രൻസിൽ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സെൽഫിഷ് ആയിരിക്കും വെച്ചാൽ. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എനിക്കും കിട്ടണം, എല്ലാവർക്കും കിട്ടണം, അങ്ങനെയുള്ളൊരു കൂട്ടം കുട്ടികളായിരുന്നു ഇവിടെ തുടക്കം തൊട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പം ബ്രേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ NCERTയിൽ കാണാത്ത നമ്മൾ വായിക്കുമ്പോൾ മിസ്സായിപ്പോയ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമുക്കത് കിട്ടും. അപ്പം വേറൊരാൾക്ക് കിട്ടാതിരിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.